ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ CSCനെ പറ്റി സിസേറിയനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ചിലർ ചോദിച്ചതാണ് നമ്മുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ എക്സസൈസ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് രണ്ട് തരത്തിലാണ്. ഒന്ന് നമ്മുടെ വയറിൻ്റെ എക്സസൈസ്, അത് ആപ്സ് ആണ്, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ പറയാം നമ്മുടെ പെരിനിയൽ മസിൽസ്. പെരിനിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വജൈനയുടെ യോനിയുടെ ഭാഗത്തൊക്കെയുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതിപ്പോൾ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ അമ്മമാരാണെങ്കിലും അറിയണം, പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിലും അറിഞ്ഞിരിക്കണം, ഡെലിവറി കഴിഞ്ഞ് കുറേ കാലങ്ങളായ ആൾക്കാരും അറിയണം. കാരണം നമ്മൾക്ക് ലേഡീസിന് അവിടുത്തെ മസിൽസിൻ്റെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ആ എക്സസൈസിൻ്റെ പേരാണ് കീഗൽ എക്സസൈസ് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. വളരെ ഈസിയാണ്. അപ്പോൾ എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാം? മുമ്പൊക്കെ പറയുമായിരുന്നു 2 ആഴ്ച കഴിഞ്ഞിട്ട്, 6 ആഴ്ച കഴിഞ്ഞിട്ട്, അങ്ങനെയൊക്കെ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞ് 24 hours കഴിഞ്ഞിട്ട് തന്നെ ഇതേ രീതിയിൽ ചെയ്യാൻ തുടങ്ങാം. എന്താണ് ചെയ്യേണ്ടത്? സെക്കൻഡ് തിങ്, അതായത് നിങ്ങൾ ആദ്യം ഒന്ന് മൂത്രം ഒഴിക്കുക. അതായത് നമ്മുടെ യൂറിനറി ബ്ലാഡർ എംപ്റ്റി ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എംപ്റ്റി ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ആ വജൈനയുടെയൊക്കെ അവിടെയുള്ള മസിൽസിനെ ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുന്ന പോലെ ഒരു പ്രഷർ കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. നമ്മൾ തൊടയുടെ മസിൽസിനെ കൺട്രാക്ട് ചെയ്യാൻ നോക്കും, ബട്ടക്സിലെ മസിൽസിനെ കൺട്രാക്ട് ചെയ്യാൻ നോക്കും. അതൊന്നുമല്ല റൈറ്റ് വേ. അത് മനസ്സിലാക്കാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ മൂത്രം ഒഴിക്കാന്ന് വിചാരിച്ചോ, ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്രത്തിനെ നമുക്കൊന്ന് പിടിച്ചു വെക്കണം തോന്നുക, ഹോൾഡ് ചെയ്യണം തോന്നുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഒരു മസിൽസ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യാൻ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കില്ലേ? അപ്പം ആ മസിൽസ് ആണ് നമ്മൾ ഇവിടെയും ഇങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പം അതായത് മൂത്രമൊക്കെ ഒഴിച്ച് ബ്ലാഡർ എംപ്റ്റി ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇരിക്കാം, കിടക്കാം, നിൽക്കാം, ഏത് പൊസിഷനിലും ചെയ്യാം. യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് നമ്മുടെ വജൈനയുടെ അവിടെയുള്ള മസിൽസ് യൂറിൻ ഹോൾഡ് ചെയ്യാൻ പിടിക്കുന്ന പോലെ ഉള്ളിലേക്ക് പിടിച്ചു വെക്കാം. പ്രൊസീജിയർ ക്ലിയർ ആയില്ലേ? എത്ര പ്രാവശ്യം പിടിക്കണം? ഒരു 10 ടൈംസ് എങ്കിലും ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുക. ഓരോ പ്രാവശ്യം പിടിക്കുമ്പോൾ 3 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചു വെക്കാം. എന്നിട്ട് ദിവസം ഒരു 4 പ്രാവശ്യമെങ്കിലും, രാവിലെ, ഉച്ച, വൈകുന്നേരം, രാത്രി, അങ്ങനെ ഒരു കണക്ക് വെച്ച് ചെയ്തു നോക്കൂ. അവിടുത്തെ വജൈനൽ മസിൽസൊക്കെ ടൈറ്റ് ആവും. ഇനി എന്താണ് ബെനിഫിറ്റ്സ്? നമ്മുടെ അവിടുത്തെ മസിൽസ് ടൈറ്റ് ആകുമ്പോൾ നമ്മുടെ വജൈന എന്തായാലും ഇങ്ങനെ ലാക്സ് ആയിട്ടായിരിക്കും ഇരിക്കുക ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ മസിൽസ് ഒന്നുകൂടി ടൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ്, നമുക്ക് അവിടുന്ന് യൂട്രസും അങ്ങനത്തെ ഇതൊക്കെ നമ്മുടെ പ്രൊലാപ്സ് പറയില്ലേ, പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ കുറച്ച് പ്രായമാകുമ്പോൾ നമുക്ക് വരുന്ന അങ്ങനത്തെ സാധനങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യും. ബ്ലാഡറിൻ്റെ മസിൽസും കുറച്ച് നല്ല കൺട്രാക്ഷനും സ്ട്രെങ്തനിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. ഇത്രയും സിമ്പിൾ ടിപ്സ് നമുക്ക് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും അതൊരു മോശമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും ഇത് ചെയ്യാൻ തുടങ്ങട്ടെ. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.